ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞൊരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഓൾറെഡി ഞാൻ ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പം അതിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര നേരം വെക്കണോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോ അരിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കിലോ അരി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഞാൻ ചേർക്കുമ്പോൾ ഞാൻ കൃത്യമായ അളവ് പറഞ്ഞു തരാവേ. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ നമ്മുടെ അരി ആദ്യം ഒന്ന് കഴുകിയിട്ട് നമുക്ക് അത് ഒരു 15-20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ആ നേരത്ത് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരി കഴുകിയിട്ട് വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ ആ മസാല റെഡിയാക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വറുത്ത് കോരണ്ടേ. അപ്പോൾ എല്ലാത്തിനും കൂടി ഞാൻ ഈ ഒരു തവയിൽ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സവാള നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. ഇത് മസാലക്കുള്ളതല്ല, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സവാളയാണ് കേട്ടോ, വലിയൊരു സവാള. സാധാരണ നമ്മൾ ഗോൾഡൻ ബ്രൗൺ നിറാക്കി വറുത്ത് കോരില്ലേ, അങ്ങനെ നമ്മളിത് വറുത്ത് കോരിയെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഗോൾഡൻ നിറത്തിൽ വറുത്ത് കോരിയെടുക്കണം. അപ്പം നമ്മുടെ ബിസ്ത അല്ലെങ്കിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതെല്ലാം നന്നായിട്ട് ചുവന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കോരി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അതും നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കുക. ഇതിനകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതെല്ലാം വറുത്ത് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും നമ്മളെല്ലാം വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിലാണ് നമ്മുടെ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്യാതെ തന്നെ ഉണ്ടാക്കുന്നൊരു റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് കരുവേർപ്പാക്കി എടുക്കില്ല. ഒരു 80%, 75-80% ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇതെല്ലാം നിരത്തി കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 75% പാകത്തിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനും ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലാണ് നമ്മുടെ മസാല ഉണ്ടാക്കാൻ പോകുന്നത്, സവാള വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും എണ്ണ വേണ്ടി വരില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള എണ്ണ മാത്രം വെച്ചു. ഇനിയിപ്പോൾ 3 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. ഇത് വലിയതാണെങ്കിൽ 2 എണ്ണം മതി. ഇതിപ്പം മീഡിയം സൈസ് ആയതുകൊണ്ട് 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന്, നമ്മളിതിന് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം ആ പാകത്തിന് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ളതാണ് 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. 2ഉം 1.5 അല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കുക. എപ്പോഴും നല്ല അളവിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് ബിരിയാണിയുടെ മസാലയ്ക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് വഴലുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ അരിയൊക്കെ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത് ഞാൻ ഊറ്റി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയതാണെങ്കിൽ ഒരു 1-1.5 മതി. ഇത് മീഡിയം ആയതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് വളരെ ചുരുക്കം, അതായത് 2 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. ഇതെല്ലാത്തിനും ഞാൻ ഈ ഒരു ഗരം മസാല തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ വെജിറ്റബിൾ കറികളായാലും ചിക്കൻ ആയാലും എല്ലാത്തിനും. അപ്പോൾ ആ പൊടികൾ മൂത്ത് കഴിയുമ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ്, ചെമ്മീൻ ഒരു മധുരത്തിൻ്റെ ചുവയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മധുരം ഇഷ്ടമല്ല, മോൾക്കൊക്കെ ഇത്തിരി മധുരം കുറയണം, പുളി വേണമെന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത് വെച്ചാൽ നമ്മുടെ ചെമ്മീനില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പണിയൊന്നുമില്ല കേട്ടോ, കഴിഞ്ഞ് മസാല റെഡിയായേ. ഇനി ആ ചെമ്മീൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ആ ചെമ്മീൻ നമുക്ക് മസാല ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ചോറിനുള്ള
പരിപാടി നോക്കുകയാണ്. ചോറ് പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞല്ലേ കുറച്ചെണ്ണ, അതിനകത്തോട്ടേക്ക് ഇത് 2-3 കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് സാജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല സാജീരകം. അത് ഇട്ട് കൊടുക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ചോറുകൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരു ബേ ലീഫും. സാജീരകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതേ ചോറ് വെക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കും കേട്ടോ, അതിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതേ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നുണ്ടോ, ഇതിനകത്ത് കണ്ടോ നിങ്ങൾ, നല്ല തിളച്ച വെള്ളമാണ്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് തോതിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, തിളച്ച വെള്ളമാണ്. ആ വെള്ളം തിളക്കുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കണ്ടോ നമ്മുടെ ചെമ്മീനിൻ്റെ ആ ഒരു തലഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ പൂഭാഗം പോലത്തെ അത് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിന് നല്ല ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചെമ്മീനെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് എല്ലാ ചെമ്മീൻ്റെയും തലഭാഗം അങ്ങനെ എടുത്ത് വെക്കുക. നന്നായി കഴുകിയിട്ടാണ് വെള്ളം തിളക്കുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി സാധാരണ പോലെ ചോറ് വേവിച്ചെടുത്തു. ഇനി പകുതി ചോറ് അതിനകത്തുനിന്ന് മാറ്റിയിട്ടാണ് ഞാൻ നമ്മുടെ മസാല ഒക്കെ ചേർത്തിട്ട് ദമ്മിടാൻ പോകുന്നത്. പകുതി ചോറ് മാറ്റി അതിനകത്ത് മേലെ ഞാൻ നമ്മുടെ വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു, മല്ലിയില പുതിന അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ മസാല നിരത്തി കൊടുക്കുക. ഇനി വീണ്ടും നമ്മുടെ ചോറ് അതേപോലെ തന്നെ മല്ലിയില പുതിനയില അണ്ടിപ്പരിപ്പ് മുന്തിരി സംഭവങ്ങളൊക്കെ സാധാരണ പോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്യ് മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് സാധാരണ ഞാൻ ബിരിയാണീൻ്റെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് ദമ്മിടൽ. അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ദമ്മ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും കാണിക്കുന്നില്ല. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണി കേട്ടോ. ഇതത്ര വലിയ ചെമ്മീനൊന്നുമല്ല, മീഡിയം സൈസാണ്. മീഡിയം സൈസിലാകുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.